തൃശൂർ ഗുരുവായൂർ അരിയന്നൂരിൽ മോഷണം. ഡോക്ടറുടെ വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV-യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ലെവിൻ കെ വിജയൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, എന്തായാലും മോഷ്ടാവിന്റെ കൃത്യമായി തന്നെ ആ മുഖം വ്യക്തമാകുന്ന തരത്തിൽ തന്നെയാണ് ദൃശ്യങ്ങളുള്ളത്. പോലീസ് എന്താണ് അന്വേഷണത്തിൽ നിന്ന് പ്രാഥമികമായി അവർക്ക് മനസ്സിലായത്? രുചീഷ്, ഗുരുവായൂർ പോലീസ് അന്വേഷണം നടത്തുകയാണ് ഈ സംഭവത്തിൽ. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് മോഷണം നടന്നിരിക്കുന്നത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറിന്റെയും കുടുംബത്തിന്റെയും വീട്ടിലാണ് മോഷണം. വീടിന്റെ 2ാം നിലയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പുലർച്ചെ സമയത്ത് ഈ വീട്ടുകാർ മറ്റൊരു ആവശ്യത്തിനു വേണ്ടി പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് മോഷ്ടാവ് ടെറസ് വഴി ഉള്ളിൽ കടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് 10 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയിട്ടുള്ളത്. മറ്റ് ലാപ്ടോപ്പ് അടക്കമുള്ള വില കൂടിയ വസ്തുക്കൾ ആ അലമാരയിൽ ഉണ്ടായിരുന്നെങ്കിലും മോഷ്ടാവ് ഇത് കവർച്ച ചെയ്തിട്ടില്ല. വീടിന്റെ മുകൾ നിലയിൽ തന്നെ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങളിലാണ് മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. ഡോക്ടറുടെ ഭാര്യയുടെ 2 വളകൾ, 2 മാലകൾ, 3 ജോഡി കമ്മലുകൾ തുടങ്ങിയ ആഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും പോലീസ് എത്തി അന്വേഷണം നടത്തുന്ന സമയത്ത് മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു. ഈ വീടുമായി പരിചയമുള്ള ആളുകളടക്കം ഉള്ള ആളുകളാണോ ഈ മോഷണത്തിന് പിന്നിലുള്ളത് എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. വീട്ടിൽ ആളുണ്ടായിരുന്ന സമയം, അതായത് 8-ലധികം ആളുകൾ ഈ സമയത്ത് ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് ഈ മോഷണം നടക്കുന്നതും മറ്റും. ഇത് സംബന്ധിച്ചുകൊണ്ട് പോലീസ് വിശദമായി തന്നെ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ രൂപസാദൃശ്യമുള്ള ആളുടെ ഈ മോഷ്ടാവിന്റേതടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും അന്വേഷണത്തിൽ കാര്യമായ തുമ്പുകൾ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. 10 പവനോളം ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ മോഷണം നടത്തി മോഷ്ടാവ് രക്ഷപ്പെടാനിടയുള്ള വഴികളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയാണ്. മാത്രമല്ല, ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷൻ പോലുള്ള ആ സ്ഥലങ്ങളിൽ ഈ സമാനമായ രൂപസാദൃശ്യമുള്ള ആൾ എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി പോലീസ് തേടുന്നുണ്ട്. ഏതായാലും സംഭവത്തിന് പിന്നാലെ തന്നെ ഈ ഡോക്ടർ അടക്കമുള്ള ആളുകൾ പരാതി നൽകിയിരുന്നു. ആ പരാതി കേന്ദ്രീകരിച്ചുകൊണ്ട് ശാസ്ത്രീയമായി തന്നെ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. സുജീഷ്.